കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തുന്നു. കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്താണ്. നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് വേണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, എന്താണ് കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം? ഏറ്റവും പ്രധാനമായി കോൺഗ്രസ് ഇന്ന് വളരെ അസാധാരണമായ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പങ്കെടുത്തു. പാർട്ടിയുടെ അധ്യക്ഷനും മുൻ അധ്യക്ഷന്മാരും. ഇവർ ചൂണ്ടിക്കാട്ടിയ കാര്യം രാജ്യത്ത് ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടിൽ, അതായത് എല്ലാ പാർട്ടികൾക്കും ഒരേപോലെ മത്സരരംഗത്ത് നിൽക്കാനും മത്സരിക്കാനും വിജയിക്കാനോ അല്ലെങ്കിൽ ഈ ജനാധിപത്യത്തിൻ്റെ ഭാഗമാവാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്ത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയും എല്ലാം കണ്ട് നോക്കി നിൽക്കുന്നു എന്ന വലിയ കടുത്ത ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത് കഴിഞ്ഞാണ് 3:30 കോൺഗ്രസ് നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം എല്ലാ പാർട്ടികൾക്കും ഒരേപോലുള്ള പരിഗണന നൽകണം, ജനാധിപത്യത്തിൽ അവസരം കൃത്യമായി ലഭിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. മറ്റൊന്ന്, തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP നേതാക്കളും നടത്തുമ്പോൾ അത് പരിഗണിക്കാതിരിക്കുകയും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് പല ഘട്ടങ്ങളിലായി നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് ചൂണ്ടിക്കാട്ടും. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ച സംഭവം അത് കോടതിയുടെ പരിഗണനയാണ്. എങ്കിലും ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി ശ്രദ്ധയിൽപ്പെടുത്താനാണ്. രാജ്യത്ത് നീതിയുക്തമായ ഒരു തിരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നത്. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.